രാത്രിയിൽ അവള്ളിക്കൂടിയിൽ പ്രിയതമനേയവളോർത്തിരുന്നു. നിലവുള്ള രാത്രിയിൽ അവള്ളിക്കൂടിയിൽ പ്രിയതമനേയവളോർത്തിരുന്നു. കാത്തിരിക്കാനും ഓർത്തിരിക്കാനും കാത്തിരിക്കാനും ഓർത്തിരിക്കാനും ഓടക്കുഴലിൻ്റെ നാടുണ്ട്. നിലവുള്ള രാത്രി അവള്ളിക്കൂടിയിൽ പ്രിയതമനേയവളോർത്തിരുന്നു. പ്രിയതമനേയവളോർത്തിരുന്നു. ദിവസങ്ങൾ അങ്ങനെ മെല്ലെ മെല്ലെ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. അതാ ആ ഇളങ്കാറ്റിലൂടെ മധുരമായ ഓടക്കുഴൽ നാദം അങ്ങനെ ഒഴുകി ഒഴുകി വരികയാണ്. അവൾ കാതോർത്തു. എവിടെ നിന്നാണ് ആ മുരളീഗാനം തന്നിലേക്ക് അടുത്തു വരുന്നത്? അതെ, ആ ഗാനം തന്നിലേക്ക് അടുത്തടുത്ത് വരുന്നു. അതാ അതാ തൻ്റെ പ്രിയപ്പെട്ട ചീരൻ. നീലി, നീ ഇവിടെ ഉണ്ടാകുമെന്ന് എനിക്കറിയാം ചീര. നിന്നെ കാണാൻ എൻ്റെ മനസ്സ് എത്രമാത്രം കൊതിച്ചെന്നോ നിനക്കറിയാമോ? നാടുവാഴി തമ്പുരാൻ എന്നെ സ്വന്തമാക്കുവാൻ എന്തിനും തയ്യാറായി കാത്തിരിക്കുകയാണ്. നീലി, നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. ചീര, നിനക്ക് ഊരിലെ നിയമങ്ങൾ അറിയാമല്ലോ. ഒരു കാട്ടുപെണ്ണ് പിഴച്ചാൽ അവളെ പിന്നെ ആരും കെട്ടൂല. ഊരുകൂട്ടം വിളിക്കുമ്പോൾ പിഴച്ച പെണ്ണിനെ ഏൽക്കുവാൻ ഒരു കാട്ടരയൻ ഉണ്ടായാൽ മാത്രം മതി. നീലി, നീ എന്താണ് പറയുന്നത്? അതേ ചീര, അതല്ലാതെ തമ്പ്രാനിൽ നിന്നും രക്ഷപ്പെടുവാൻ മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഇല്ല. ഇല്ല എങ്കിൽ തമ്പ്രാൻ എന്നെ സ്വന്തമാക്കും. ജീവിക്കുവാനേറെ മോഹമുണ്ട്, മരണം വരെയും നിന്നോടൊപ്പം. ജീവിക്കുവാനേറെ മോഹമുണ്ട്, മരണം വരെയും നിന്നോടൊപ്പം. ഈ മുരളീഗാനം കേട്ടുകേട്ടങ്ങനെ കല്ലാറിൻ തീരത്തു ജീവിക്കുവാൻ. ഈ മുരളീഗാനം കേട്ടുകേട്ടങ്ങനെ കല്ലാറിൻ തീരത്തു ജീവിക്കുവാൻ. ജീവിക്കുവാനേറെ മോഹമുണ്ട്, മരണം വരെയും നിന്നോടൊപ്പം. മരണം വരെയും നിന്നോടൊപ്പം. ഇല്ല നീലി, നീലി, നിന്നെ എനിക്കിഷ്ടമാണ്. എങ്കിലും അരുതാത്തത് ചെയ്യുവാൻ എനിക്കാവില്ല. ഇല്ല, എനിക്കാവില്ല. നാം ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ അതേ ഒരു മാർഗമുള്ളൂ ചീര. ഇത് കാട്ടു നിയമങ്ങൾക്കെതിരല്ല. ഒരു കൂട്ടം വിളിക്കുമ്പോൾ നീ എന്നോടൊപ്പം ഉണ്ടായാൽ മാത്രം മതി. പ്രിയമുള്ളവരെ, ആ കാലഘട്ടത്തിലെ കാട്ടിലെ നിയമം അങ്ങനെയായിരുന്നു. ഒരു പെൺകുട്ടി പിഴച്ചു പോയാൽ മൂപ്പൻ ഊരുകൂട്ടം വിളിച്ച് ശിക്ഷ നടപ്പാക്കും. ഈ സമയം കുറ്റം ഏറ്റെടുക്കുവാൻ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ അവർക്ക് ചെറിയ ശിക്ഷകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ശിഷ്ടകാലം ഒരുമിച്ച് ജീവിക്കാം. അല്ല എങ്കിൽ കടുത്ത ശിക്ഷ തന്നെ അവർക്ക് ഉറപ്പാണ്. നീലിയും ചീരനും പല പല ദിവസങ്ങൾ കണ്ടുമുട്ടി. ഊരിലെത്തിയ ചീരൻ്റെ മനസ്സ് അസ്വസ്ഥമായി. അവനാണെങ്കിൽ ഊണും ഉറക്കവുമില്ല. അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ ദുഃഖിച്ചിരിക്കുകയാണ്. എന്തു ചെയ്യണമെന്നറിയാതെ, എന്തു ചെയ്യണമെന്നറിയാതെ, ഇളക്കെന്നലും സുഖമറിയാതെ, എന്തു ചെയ്യണം
സന്ധ്യമയങ്ങുന്ന കാഴ്ചയും കണ്ട് ആമലമുകളിൽ ആമലമുകളിൽ ഏകനാ. ദുഃഖിതനായ ചീരനെ കണ്ട് അവൻ്റെ ചങ്ങാതിമാർ കാര്യം അന്വേഷിച്ചു. ചീര, നീ കുറച്ച് നാളായി ദുഃഖത്തിലാണ്. ഞങ്ങളറിയാത്ത എന്ത് ദുഃഖമാണ് നിനക്കുള്ളത്? നിങ്ങളറിയാത്ത ഒരു കാര്യവും ഇന്നോളം എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ എൻ്റെ ദുഃഖത്തിൻ്റെ കാരണവും നിങ്ങൾ അറിയണം. ഒരുപക്ഷെ നിങ്ങൾക്കെന്നെ സഹായിക്കാൻ കഴിയും. നിങ്ങളറിയുമോ കാനന പൊയ്കയിൽ വിളി പോലൊരു സുന്ദരി പെണ്ണ്? നിങ്ങളറിയുമോ കാനന പൊയ്കയിൽ വിളി പോലൊരു സുന്ദരി പെണ്ണ്? മോഹിച്ചു പോയൻ മുരളീഗാനം മറക്കുവാൻ കഴിയില്ല ഇന്നെനിക്കും. മോഹിച്ചു പോയൻ മുരളീഗാനം മറക്കുവാൻ കഴിയില്ല ഇന്നെനിക്കും. നിങ്ങളറിയൂ കാനന പൊയ്കയിൽ അമ്പിളി പോലൊരു സുന്ദരി പെണ്ണ്, അമ്പിളി പോലൊരു സുന്ദരി പെണ്ണ്. ഓഹോ, അതാണോ കാര്യം? അതിന് നീ എന്തിന് ദുഃഖിച്ചിരിക്കണം? അവളെ സ്വന്തമാക്കാൻ എന്താണ് തടസ്സം? നാട് ഭരിക്കുന്ന തമ്പുരാൻ അവളെ ആഗ്രഹിക്കുന്നു. അവളെ ഏത് വിധവും നാടുവാഴി സ്വന്തമാക്കും. നാട് ഭരിക്കുന്ന തമ്പുരാന് കാട്ടിലെ പെണ്ണു? ഇതെന്ത് കഥ? കാട്ടു നിയമങ്ങൾ അതനുസരിക്കുമോ, അനുവദിക്കുമോ? ഇല്ലായിരിക്കാം. എങ്കിലും അതൊരിക്കലും അനുവദിച്ചുകൂടാ. കാട്ടിൽ കാടിൻ്റെ നിയമം. നാടുവാഴി എന്ന് കരുതി കയ്യൂക്ക് കൊണ്ട് എന്തും നേടിയെടുക്കാമെന്ന് വിചാരിച്ചാൽ അതൊരിക്കലും അനുവദിച്ചുകൂടാ. അടിയങ്ങൾക്കും ഇവിടെ ജീവിക്കണം. ചീര, ഇല്ല, അതൊരിക്കലും അനുവദിച്ചുകൂടാ. നിന്നോടൊപ്പം എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഒരുപക്ഷെ ജീവൻ തന്നെ നഷ്ടപ്പെടേണ്ടി വന്നാലും ശരി, തൂക്കുമരത്തിൽ ഏറേണ്ടി വന്നാലും ശരി, ഇല്ല, നിന്നോടൊപ്പം ഞങ്ങളുമുണ്ട്. സ്വന്തമാക്കിയിടാം ആ സുന്ദരി കൊണ്ടുപോയിടണം ഈ കുടിലിൽ. സ്വന്തമാക്കിയിടണം ആ സുന്ദരി കൊണ്ടുപോയിടണം ഈ കുടിലിൽ. ഈ മലവാഴും പൊന്മുടി മുത്തപ്പൻ നിങ്ങളെ കാത്തിടും സത്യമായും. ഈ മലവാഴും പൊന്മുടി മുത്തപ്പൻ നിങ്ങളെ കാത്തിടും സത്യമായും. സ്വന്തമാക്കിയിടാം ആ സുന്ദരി കൊണ്ടുവന്നിടണം ഈ കുടിലിൽ. ദിവസങ്ങൾ മെല്ലെ കടന്നുപോയി. അതാ ആ കാട്ടുപാതയിലൂടെ ഒരു കുതിരവണ്ടി കുതിച്ചു വരികയാണ്. കല്ലാരൻ തീരത്തെ കാനനപ്പൊയ്കയിലൂടെ ആ കുതിരവണ്ടി ആദിവാസികളുടെ ഗ്രാമത്തിലെത്തി. നീലിയെ സ്വന്തമാക്കാനുള്ള നാടുവാഴിയുടെ ആഗ്രഹം കാട്ടുമൂപ്പനെ അറിയിക്കുവാൻ വന്നതായിരുന്നു അത്. അപ്രതീക്ഷിതമായി ഗ്രാമത്തിലെത്തിയ കുതിരവണ്ടി കണ്ട് ഗ്രാമീണർ അതിശയിച്ചു നിന്നു. നാടുവാഴിയുടെ കൽപ്പന കേട്ട് മൂപ്പൻ അത്ഭുത സ്തബ്ധനായി നിന്നുപോയി. ഊരിലെ നീലിപ്പെണ്ണിനെ നാടുവാഴിക്ക് വേളി കഴിച്ചു കൊടുക്കുവാൻ അതെങ്ങനെ കഴിയും? ഇത് ഊര് നിയമങ്ങൾക്കെതിരാണ്. പക്ഷേ തമ്പ്രാന്റെ കൽപ്പന നിരസിച്ചാൽ
നാടുവാഴി കോപിക്കും. അടിയൻ എന്താണ് ചെയ്യേണ്ടത്? എന്തു ചെയ്യണമെന്നറിയാതെ ചിന്തിച്ചു ദുഃഖിച്ചു കാട്ടുമുപ്പൻ. എന്തു ചെയ്യണമെന്നറിയാതെ ചിന്തിച്ചു ദുഃഖിച്ചു കാട്ടുമുപ്പൻ. കാട്ടിലെ തേവര് കോപിച്ചെന്നായി കാടുമുടിഞ്ഞിടമെന്നു ഫലം. കാട്ടിലെ തേവര് കോപിച്ചെന്നായി കാടുമുടിഞ്ഞിടമെന്നു ഫലം. എന്തു ചെയ്യണമെന്നറിയാതെ ചിന്തിച്ചു ദുഃഖിച്ചു കാട്ടുമുപ്പൻ. ചിന്തിച്ചു ദുഃഖിച്ചു കാട്ടുമുപ്പൻ. ചിന്തിച്ചു ദുഃഖിച്ചു കാട്ടുമുപ്പൻ. തമ്പ്രാന്റെ കൽപ്പന കേട്ട് ഏവരും ദുഃഖിതനായി. മൂപ്പൻ നീലിയുടെ സമീപമെത്തി അവളെ സാന്ത്വനപ്പെടുത്തി. മോളെ, ഒരു വശത്ത് തമ്പ്രാന്റെ കൽപ്പന, മറുവശത്ത് കാട്ടിലെ നിയമങ്ങൾ. കാട്ടുനിയമങ്ങൾ വെടിഞ്ഞാൽ മലദൈവങ്ങൾ കോപിക്കും. തീരാ ദുഃഖങ്ങളും ദുരിതങ്ങളും നാം അനുഭവിക്കേണ്ടി വരും. തമ്പ്രാനെ, അടിയങ്ങളോട് ക്ഷമിക്കണം. ഇവിടത്തെ കാട്ടുനിയമങ്ങൾ തെറ്റിച്ച് തമ്പ്രാന്റെ കൽപ്പന അനുസരിക്കുവാൻ അടിയങ്ങൾക്ക് കഴിയില്ല. തമ്പ്രാനെ, കഴിയില്ല. അതുകൊണ്ട് അടിയങ്ങളോട് നാടുവാഴിയുടെ കോപമുണ്ടാകരുത്. മൂപ്പന്റെ തീരുമാനമറിഞ്ഞ ദൂതൻ അവിടെ നിന്നും തിരികെ യാത്രയായി. ഈ സമയം നീലിയെക്കുറിച്ച് മറ്റാർക്കും അറിയാത്ത ഒരു രഹസ്യം അവളുടെ കൂട്ടുകാരി വള്ളിപ്പെണ്ണ് മൂപ്പനെ ധരിപ്പിച്ചു. മൂപ്പ, എന്നോട് ക്ഷമിക്കണം. എന്നൊരു രഹസ്യം പറയാനുണ്ട്. രഹസ്യമോ? എന്താണ്? മൂപ്പ, നമ്മുടെ നീലിപ്പെണ്ണ് അവൾ പിഴച്ചവളാണ്. അവൾ ഗർഭിണിയാണ്. ഈ വാർത്ത കേട്ട് കാട്ടുമൂപ്പനും ഗ്രാമീണരും അതിശയിച്ചു പോയി. മൂപ്പൻ കോപം കൊണ്ട് ജ്വലിച്ചു. മൂപ്പൻ അവളുടെ അച്ഛൻ്റെ അനിയനാണ്. അയാൾ കോപം കൊണ്ട് ജ്വലിച്ചു. നീലി, ഞാൻ കേൾക്കുന്നത് സത്യമാണോ? പറയൂ. നീലി ഒരക്ഷരം പോലും ഉരിയാടാതെ അവിടെ നിന്നുപോയി. ഓഹോ, എങ്കിൽ നീയും ഈ ഊരും കേൾക്കുവാൻ ഞാൻ പറയുന്നു. ഇന്നേക്ക് 2 നാൾ കഴിഞ്ഞ് നടക്കുന്ന ഊരുകൂട്ടത്തിൽ നീലിയെ വിചാരണ ചെയ്യുന്നതാണ്. മൂപ്പൻ കൽപ്പിച്ചു. പ്രിയമുള്ളവരെ, മൂപ്പൻ കൽപ്പിച്ച ആ ദിവസം സമാഗതമായി. ആ ഗ്രാമത്തിൽ ഊരുകൂട്ടം നടക്കുകയാണ്. നീലിയെ മലദൈവങ്ങളുടെ മുന്നിൽ നിർത്തി വിചാരണയ്ക്കൊരുങ്ങവേ എല്ലാവരുടെയും കണ്ണുകളെ അമ്പരപ്പിച്ചുകൊണ്ട് അതാ ആ കാട്ടുപാതയിലൂടെ കുതിരവണ്ടി അതാ ആ ഗ്രാമത്തിലേക്ക് പാഞ്ഞെടുക്കുകയാണ്. നാടുവാഴിയും പരിവാരങ്ങളും ആ ഗ്രാമത്തിലേക്ക് പാഞ്ഞെടുക്കുകയാണ്. ആകാശമാകെ കൊടിപടലങ്ങൾ, കാട്ടിലാകെ കുതിരക്കുളമ്പടി ശബ്ദം. കുതിരപ്പടയും കാലാൾപ്പടയും അതാ കുതിരപ്പടയുടെ ശബ്ദം അവിടമാകെ ആ ഗ്രാമമാകെ മുഴങ്ങുകയാണ്. ആ ഗ്രാമത്തിലേക്ക് വന്ന കുതിരവണ്ടിയും നാടുവാഴിയും അതാ ആ ഗ്രാമത്തിൽ നിന്നു കഴിഞ്ഞു. കുതിരവണ്ടിയിൽ നിന്നും താഴെ ഇറങ്ങിയ നാടുവാഴി മൂപ്പന്റെ
സമീപമെത്തി. കരുണ തേടി കരഞ്ഞില്ല നീലി, തമ്പ്രാന്റെ കാൽക്കൽ വീണു കരഞ്ഞില്ല. കരുണ തേടി കരഞ്ഞില്ല നീലി, തമ്പ്രാന്റെ കാൽക്കൽ വീണു കരഞ്ഞില്ല. കരുക്കനോ എന്നോട് കാലിച്ചെറുക്കൻ, എന്നേക്കുമെന്നെ കാത്തിടും നിശ്ചയം. കരുക്കനോ എന്നോട് കാലിച്ചെറുക്കൻ, എന്നേക്കുമെന്നെ കാത്തിടും നിശ്ചയം. കരുണ തേടി കരഞ്ഞില്ല നീലി, തമ്പ്രാന്റെ കാൽക്കൽ വീണു കരഞ്ഞില്ല. തമ്പ്രാന്റെ കാൽക്കൽ വീണു ഇല്ല, കരഞ്ഞില്ല. തന്നെ ശിക്ഷിക്കാനാണ് നാടുവാഴി വന്നെന്ന് നീലിക്കറിയാം. എങ്കിലും നീലി തമ്പുരാന്റെ കാൽ പിടിക്കുവാൻ പോയില്ല, തമ്പുരാനോട് ക്ഷമ ചോദിക്കുവാൻ പോയില്ല. അദ്ദേഹം നാടുവാഴിയാണ്, തൻ്റെ ഊരിലെത്തിയിരിക്കുകയാണ്, തന്നെ ശിക്ഷിക്കാനാണ് വന്നിരിക്കുന്നതെന്നറിയാം. എങ്കിലും നീലിയുടെ ആത്മബോധം ആ തമ്പുരാന്റെ കാൽ പിടിക്കുവാൻ അനുവദിച്ചില്ല. നീലിക്കറിയാം, താൻ ഊര് നിയമങ്ങൾ തെറ്റിച്ചിട്ടില്ല. തമ്പ്രാന്റെ മുന്നിൽ ഞാൻ തെറ്റുകാരിയായിരിക്കാം, പക്ഷേ ഞാൻ കാട്ടിലെ നിയമങ്ങൾ തെറ്റിച്ചിട്ടില്ല. ഊരുകൂട്ടം വിളിച്ച് കാട്ടിലെ നിയമങ്ങൾ അനുസരിച്ച് ശിക്ഷ വരുമ്പോൾ എന്നെ കാക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ട ചീരനുണ്ടാകും. ആ ധൈര്യമാണ് അവൾ തമ്പ്രാന്റെ കാൽക്കൽ വീഴാതിരുന്നത്. തമ്പ്രാനെ, അടിയങ്ങളോട് ക്ഷമിക്കണം. ഊരിലെ നീലിപ്പെണ്ണ് പിഴച്ചുപോയി. അതുകൊണ്ട് ഈ ഊരുകൂട്ടം അവൾക്ക് ശിക്ഷ വിധിക്കുവാൻ കൂടിയിരിക്കുകയാണ്. നാടുവാഴിയുടെ സമീപമെത്തിയ കാട്ടുമൂപ്പൻ പറയുകയുണ്ടായി, ഓഹോ, ഈ പിഴച്ചവണിന് നിങ്ങളുടെ ആചാരപ്രകാരം എന്ത് ശിക്ഷയാണ് നൽകുന്നത്? തമ്പ്രാനെ, ഇവരുടെ കുറ്റം ഏറ്റെടുക്കുവാൻ കുറ്റക്കാരനാൽ ഒരാളായ ചെറുപ്പക്കാരൻ മുന്നോട്ട് വരണം. അങ്ങനെ വന്നാൽ ചെറിയ ശിക്ഷകൾ ഏറ്റുവാങ്ങി ശിഷ്ടകാലം ഇവർക്ക് ഇവിടെ ജീവിക്കാം. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ വന്നില്ല എങ്കിൽ പിഴച്ച ഇവളെ കടുത്ത ശിക്ഷ തന്നെ കൊടുക്കും. ഇവളുടെ തല മുണ്ടനം ചെയ്ത് കരിമ്പുള്ളി തൊട്ട് ഇവളെ ഈ കാട്ടിൽ നിന്നും ഓടിക്കും, നാട് കടത്തും. അതാണ് കാട്ടിലെ നിയമം. ഓഹോ ഓഹോ, അങ്ങനെയെങ്കിൽ ഇവളെ വരിക്കുവാൻ, ഇവളെ സ്വീകരിക്കുവാൻ ആരാണ് മുന്നോട്ട് വരുന്നത്? ആരാണെങ്കിലും അവൻ മുന്നോട്ട് വരട്ടെ. അതാ ആ ജനക്കൂട്ടത്തിൽ നിന്നും ചീരന്റെ ശബ്ദം കേട്ടു, ഞാനുണ്ട്, ഞാനുണ്ട്, അതിൽ ഒരു തെറ്റുകാരൻ ഞാനാണ്. അവളെ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഞാനാണ്, ഈ ചീരനാണ്. അവളെ സ്വീകരിക്കുവാൻ ഞാൻ ഒരുക്കമാണ്. ഒന്നും മൊഴിഞ്ഞില്ല നീലിപ്പെണ്ണ്, മിണ്ടാതെ കൂലുങ്ങാതെ നിന്നു നീലി. ഒന്നും മൊഴിഞ്ഞില്ല നീലിപ്പെണ്ണ്, മിണ്ടാതെ കൂലുങ്ങാതെ നിന്നു നീലി. ഇല്ല ഭയമില്ല ചൊല്ലും അവൾക്ക്, ജീവിക്കുവാനേറെ മോഹമുണ്ട്. ഇല്ല ഭയമില്ല ചൊല്ലും അവൾക്ക്, ജീവിക്കുവാനേറെ മോഹമുണ്ട്. ഒന്നും മൊഴിഞ്ഞില്ല നീലിപ്പെണ്ണ്, മിണ്ടാതെ കൂലുങ്ങാതെ നിന്നു നീലി. മിണ്ടാതെ കൂലുങ്ങാതെ നിന്നു നീലി. അതാ ആ ചെറുപ്പക്കാരൻ തന്റെ പ്രിയപ്പെട്ടവളെ രക്ഷിക്കുവാൻ കാട്ടു നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ആ കുറ്റത്തിന് കാരണക്കാരിൽ ഒരാളായ ആ ചെറുപ്പക്കാരൻ ചീരൻ മുന്നോട്ട് വന്നതും
തമ്പ്രാന്റെ കൽപ്പന, ഇവനെ പിടിച്ചു കെട്ടു. കോപം കൊണ്ട് ജ്വലിച്ച തമ്പ്രാന്റെ കൽപ്പന കേട്ട് ഏവരും ആദിവാസി ഗോത്രമാകെ അതാ നാടുവാഴിയുടെ പടയാളികൾ പിന്നെ താമസിച്ചില്ല, ധീരനെ ഒരു വൻ വൃക്ഷത്തിൽ ബന്ധിച്ചു. തമ്പ്രാനെ, ഇത് കാട്ടു നിയമങ്ങൾക്കെതിരാണ്. നാം നാടുവാഴിയാണ്, നാം കൽപ്പിക്കുന്നതാണ് നാട്ടിലും കാട്ടിലും നിയമം. അത് ലംഘിക്കുവാൻ ആർക്കും അധികാരമില്ല. അതുമാത്രമല്ല, നാം മറ്റൊന്നുകൂടി കൽപ്പിക്കുന്നു. ഈ പിഴച്ച പെണ്ണിനെ നീലിയെ അവളുടെ തല മുണ്ടനം ചെയ്ത് കരിമ്പുള്ളി തൊട്ട് മരത്തിൽ ബന്ധിച്ച് അവളുടെ മാറിടങ്ങൾ ഛേദിച്ച് മരത്തിൽ ബന്ധിച്ച് ഇരുവശത്തും തീപ്പന്തവും നാട്ടട്ടെ. പിന്നെ നാടുവാഴിയുടെ കൽപ്പന കേട്ട് ആ ഗ്രാമത്തിലെ ജനമാകെ ഭയന്ന് വിറച്ചു. പിന്നെ താമസമുണ്ടായില്ല. അതാ പടയാളികൾ നീലിയെ ഒരു വൻ വൃക്ഷത്തിൽ ബന്ധിച്ചു. അവളുടെ തലമുടികൾ മുട്ടയടിച്ചു, കരിമ്പൊള്ളി തൊട്ടു, അവളുടെ മാറുടങ്ങൾ ഛേദിക്കപ്പെട്ടു. അതാ അവളുടെ ശരീരമാകെ ചോരയിൽ കുളിച്ച് കരിമ്പുള്ളി തൊട്ട് തലമുണ്ടനം ചെയ്ത് ആ മരത്തിൽ ബന്ധിച്ചിരിക്കുന്ന നീലിയുടെ രണ്ടു വശങ്ങളിലും പന്തങ്ങളും കത്തിച്ചു വെച്ച് അവളുടെ ശരീരമാകെ ചോരയിൽ കുളിച്ചു. ജ്വലിച്ചു തൃക്കണ്ണിൽ നിന്നും തീജോലകൾ, ശബ്ദരാനിന്നു ഭോജനം, അഗ്നിയാ കത്തിയ പല്ലക്കും തമ്പ്രാനും പരിവാരങ്ങളും. അഗ്നിയായി കത്തിയ പല്ലക്കും തമ്പ്രാനും പരിവാരങ്ങളും. ശ്രീ മഹാദേവനും പാർവതി ദേവിയും നീതി നിഷേധിക്കപ്പെട്ട ആ ഗ്രാമത്തിൽ ഗോത്ര ജനവിഭാഗത്തിൽ ജനിച്ച ആ ചീരൻ എന്റെ പ്രിയപ്പെട്ടവളെ മാറിടങ്ങൾ ഛേദിച്ച് കരിമ്പുള്ളി തൊട്ട് തീജ്വാലയ്ക്ക് മുന്നിൽ നിൽക്കുന്ന തന്റെ പ്രിയപ്പെട്ടവളെ കണ്ട് അതാ ചീരൻ എന്ന ആദിവാസി ഗോത്ര ജനവിഭാഗം സാക്ഷാൽ ശ്രീ പരമേശ്വരന്റെ തൃക്കണ്ണ് തുറക്കപ്പെട്ടു. അതാ ആദേശമാകെ തീഗോളങ്ങളായി. അതാ ധീരന്റെ കണ്ണുകളിൽ നിന്നും തീഗോളങ്ങൾ അതാ വലിയ തീഗോളങ്ങളായി നാടുവാഴിയുടെ പല്ലക്കിനെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. അതാ നാടുവാഴി ഭയന്ന് ജീവരക്ഷാർത്ഥം ആ പല്ലക്കിലേക്ക് അഭയം പ്രാപിച്ചതും അതാ ആ തീഗോളങ്ങൾ നാടുവാഴിയുടെ പല്ലക്കിനെയും പടയാളികളെയും അഗ്നിയാൽ ജ്വലിപ്പിച്ചു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, കരിമ്പുള്ളി തൊട്ട് മാരടങ്ങൾ ഛേദിച്ച് ശരീരമാകെ ചോരയിൽ കുളിച്ച് വേദനയാൽ ആ മരത്തിൽ ബന്ധിക്കപ്പെട്ട നീലി, ആ നീലിയുടെ ഉഗ്രഭാവവും ഉഗ്രരൂപവും കണ്ട് ആദിവാസി ജനവിഭാഗം അവർ അറിയാതെ വിളിച്ചുപോയി, അമ്മേ ഭദ്രകാളി, ദേവി ഭദ്രകാളി. വടക്കൻ ജില്ലകളിൽ അറിയപ്പെടുന്ന തെയ്യം ഭദ്രകാളി തെയ്യത്തിന്റെ തുടക്കമാണ് ഈ കഥ. ദേവി, അമ്മേ, ഭഗവതി, കാക്കണം കാളിയമ്മേ, 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 എങ്ങളെ കാക്കണം കാളിയമ്മേ. ദിനവും ദണ്ണവും വിതച്ചിടാതെ എങ്ങളെ അമ്മ തുണച്ചിടേണം. ദിനവും ദണ്ണവും വിതച്ചിടാതെ